ജനങ്ങളുടെ നടുവൊടിക്കുന്ന നിരവധി റോഡുകളുണ്ട് കൊല്ലത്ത്. അതിലൊന്നാണ് 5.5 കിലോമീറ്റർ ദൂരമുള്ള പേരയം മൈലാപ്പൂർ റോഡ്. 15 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡ് നന്നാക്കാനായി നാട്ടുകാർ കയറിയിറങ്ങാത്ത പടികളില്ല. എത്ര വർഷമാണ്? 15 വർഷം. പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി. ഡോൺ ബോസ്കോ ജംഗ്ഷനിൽ തുടങ്ങി പേരയം മൈലാപ്പൂർ വരെയുള്ള കാഴ്ചകൾ എന്താണ്? റോഡിന്റെ അവസ്ഥ എന്താണ്? നോക്കാം. ഒരു നാടിനാവശ്യം റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പേരയം മൈലാപ്പൂർ റോഡാണ്. ഈ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡിൽ നിങ്ങൾക്ക് കാണാം, വലിയ കുഴികൾ അടക്കം കാണാം. ഒരു 5 വർഷമായി ഈ റോഡ് നിർമ്മാണം ഇതുവരെ നടത്താതെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ പ്രദേശം മാറിയിട്ടുണ്ട്. അത് പേരയം മൈലാപ്പൂർ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരടക്കം നിരവധി പേർ MLA-ക്കും മന്ത്രിക്കും അതുപോലെ തന്നെ MP ക്കടക്കം നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയൊന്നും ആകാത്തതിനെ തുടർന്ന് നിരവധി സമരങ്ങൾ ചെയ്തിട്ടും ഒരു തരത്തിൽ പോലും ഈ പ്രദേശത്തെ റോഡുകൾ നന്നാക്കാൻ അധികാരികൾക്കായില്ല. വലിയ കഷ്ടപ്പാടാണ്. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു സ്കൂൾ, UP സ്കൂളുണ്ട്. ഈ സ്കൂളിലെ കുട്ടികളെല്ലാം തന്നെ ഈ വഴിക്കാണ് നടന്നു പോകുന്നത്. ഈ വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാൻ പറ്റില്ല. വാഹനങ്ങളെല്ലാം ഈ കുണ്ടും കുഴിയും ചാടാതെ റോഡരികിലൂടെ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത തരത്തിൽ റോഡിൻ്റെ വീതിയും കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ 15 വർഷക്കാലത്ത് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ ഈ മണ്ഡലത്തിലായിരുന്നു. പിന്നെ 15 വർഷത്തിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമേന്ദ്രൻ 10 വർഷത്തോളമായി. പിന്നെ 15 വർഷത്തോളം പ്രേമേന്ദ്രനായി. അത് കഴിഞ്ഞിപ്പം PC വിഷ്ണുനാഥ് ഇപ്പം 3 വർഷം കൊണ്ട് ഇവിടെ MLA. ഇവിടെ ആരെടുത്ത് പറഞ്ഞിട്ട് ഈ റോഡ്, അതായത് ഡോൺ ബോസ്കോട് തുടങ്ങി പേരയം മൈലാപ്പൂർ, ചെറുപുഷ്പം സ്കൂള്, ഡോൺ ബോസ്കോ യൂണിവേഴ്സിറ്റി കോളേജ്, ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? എല്ലാം കൂടെ ഒരു 5 കിലോമീറ്റർ വരും. 5 കിലോമീറ്റർ ചുറ്റളവിൽ തൊട്ടിട്ടില്ല. 15 വർഷമായിട്ട് തൊട്ടിട്ടേ ഇല്ല. 1.5 പതിറ്റാണ്ടിന് മുകളിലായി ഇവിടുത്തെ ജനത കഷ്ടമനുഭവിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇമെയിലിലൂടെയും മറ്റു മെമ്മോറാണ്ടം അയച്ചു കൊടുത്തും എല്ലാവരുടെയും നമ്മൾ ഇതിൻ്റെ ആവശ്യം ഉന്നയിച്ചു. ഇവിടുത്തെ MLA PC വിഷ്ണുനാഥനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത സമയത്തും പറഞ്ഞു. അപ്പോഴാണ് ഈ സമരം, റൈസിംഗ് കൊട്ടിയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം അറിയിച്ചത് 60 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, അല്ലെ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കോൺട്രാക്ടറെ കിട്ടുന്നില്ല. കോൺട്രാക്ടർ റൈസിംഗ് കൊട്ടിയം കൊണ്ട് കൊടുക്കണം. ഞാൻ ചോദിച്ച ചോദ്യം, കേരളത്തിൽ എല്ലായിടത്തും റോഡ് പണിക്ക് കോൺട്രാക്ടർ അതാത് പ്രദേശത്തിലുള്ള ദേശവാസികളാണോ കൊണ്ടെത്തിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പിന്നെ അനക്കമില്ല. ഇപ്പോൾ 2 കൊല്ലത്തിന് മുമ്പേ മറ്റ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു സമരം നടത്തിയായിരുന്നു. അന്ന് MP-ക്ക് ഒരു മെമ്മോറാണ്ടം കൊടുത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഇതിന് ഇപ്പോഴെങ്ങും ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ അറിയുന്ന പ്രധാനമന്ത്രി സഡക് യോജന എന്ന ആ പദ്ധതിയിലൂടെ മറ്റൊരു സംഘടനയുടെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ MLA-യും ഈ MP-യും പേരയം വാസികളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഞങ്ങൾ ഇത്ര നാൾ കൊണ്ട് ഇത് ചെയ്ത് തീർക്കാമെന്ന് അവർക്ക് എന്തൊരു അഭിപ്രായം പറഞ്ഞൂടെ? അവിടെ ഇവിടെ നടന്നാന്നോ MP 15 കൊല്ലത്തിന് മുകളിലായ MP-യും 3 കൊല്ലമായിട്ടുള്ള PC വിഷ്ണുനാഥ് MLA-യും? ആരോടും വിരോധമില്ല ഈ സംഘടനയ്ക്കോ അല്ലെ ഈ പ്രദേശവാസികൾക്കോ. നേരത്തെ ഇവിടെ മന്ത്രിയായിട്ടിരുന്ന മേഴ്സിക്കുട്ടി അമ്മയും ഇതിൻ്റെ MLA ആയിരുന്നു. പക്ഷേ ആരെയും കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഒന്നുകൊണ്ട് മാത്രം കൊട്ടിയം പ്രദേശത്ത് നിന്ന് ഈ ഭാഗത്ത് എവിടത്തേക്കെങ്കിലും ഒരു ഓട്ടോ വിളിച്ചാൽ അവർ വരാൻ തയ്യാറില്ല. അവരെ കുറ്റപ്പെടുത്താൻ നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. വണ്ടിയുടെ സുരക്ഷിതത്വം നോക്കണം, വണ്ടിയുടെ ഓടുന്ന കണ്ടീഷൻസ് നോക്കണം. അതുകൊണ്ട് ഓട്ടോക്കാർ വരാറില്ല. ഭയങ്കര ദുരിതമാണ് ഈ റോഡിൽ. ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഈ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടും പിള്ളേർ കൂടി പൊടി നടക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടല്ലേ, നമ്മൾ ഈ കട പോലും കടയ്ക്കുള്ള കച്ചവടം പോലും പോയെന്നുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി തരണം. അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. കാരണം നമ്മളൊരു ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് കൊട്ടിയത്ത് എങ്ങനെയെങ്കിലും എത്താം. അവിടുന്ന് വെച്ചാൽ ഇങ്ങോട്ടൊരു ഓട്ടോ വരാറില്ല സാധാരണ. കുട്ടികളൊക്കെ പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. വണ്ടികളും ഓട്ടോയിൽ പോകുന്നവരുണ്ട്, ബസ്സിൽ പോകുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ കുഞ്ഞുങ്ങൾ വരുന്നത്. അതുമൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിലെയും സ്കൂൾ ബസ് ഇതിലേ കൂടെ തന്നെയാണ് പോകുന്നത്. വൈകുന്നേരം ഒരു 4 മണിക്കും രാവിലെ 9 മണിക്കും ഒക്കെ ഇവിടെ ഭയങ്കര റഷാണ്. ഇതിലേ പോകാൻ പറ്റില്ല. ഒരു നാടിൻ്റെ മൊത്തം ആവശ്യമാണ് ഈ റോഡ് എങ്ങനെയെങ്കിലും നന്നാക്കി കൊടുക്കുക എന്നുള്ളത്. ഈ പ്രദേശത്തുകാരുടെ ദുരിതം നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായിട്ട് കാണാം. എന്തായാലും ഈ പേരയം മൈലാപ്പൂർ പ്രദേശവാസികൾക്ക് ഈ 5.5 കിലോമീറ്റർ റോഡ് ഉടൻ തന്നെ ടാർ ചെയ്ത് നൽകണമെന്നാണ് അധികാരികളോടും നമുക്കും പറയാനുള്ളത്. എന്തായാലും നമ്മൾ PC വിശ്വനാഥ് MLA നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാണ് ദിലീപ് പറഞ്ഞതുപോലെ 15 വർഷമായി ആ പ്രദേശത്തുകാർ ദുരിതം അനുഭവിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട്, വാഹനങ്ങൾക്ക് അതുവഴി പോകേണ്ടതുണ്ട്. MLA ആയാലും MP ആയാലും സർക്കാരായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇനി